ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലത്തിന് ശേഷം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഒരു 3 മാസത്തിൽ കൂടുതലായിരുന്നു. ഞാൻ ലാസ്റ്റ് ഒരു സോളോ ഡേറ്റ് ഒരു വ്ളോഗ് ഇട്ടതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടേ ഇല്ല. ഷോർട്സ് എന്തോന്ന് 2 ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ വേണം വെച്ച് ബ്രേക്ക് എടുത്തതല്ല കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഇടാൻ വേണ്ടിയിട്ട്. അതായിരുന്നു റീസൺ. ഷോർട്സ് ആയാലും ഇല്ല, പിന്നെ ലോങ് വീഡിയോ ആയാലും ഇല്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേണം വെച്ചൊരു ബ്രേക്ക് എടുത്തു. കാരണം എനിക്കൊരു ജോലി കിട്ടി. ഞാൻ പഠിച്ചത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് പുതിയൊരു ജോബ് കിട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്. ഐ ട്രൈ മൈ ബെസ്റ്റ് ടു ബി ആക്റ്റീവ് ഓൺ യൂട്യൂബ്. മാക്സിമം ഞാൻ ശ്രമിക്കാം. എനിക്കറിയില്ല എത്രത്തോളം പറ്റുന്നു, പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിലേക്ക് വരാം. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. ഞാനൊരു മസാല ദോശ ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് നാളായിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മസാല ദോശ കഴിക്കാൻ എനിക്കൊരു ആഗ്രഹം. സോ മൈ മോം മേക്സ് വൺ ഓഫ് ദി ബെസ്റ്റ് മസാല ദോശാസ് ദാറ്റ് ഐ ഹാവ് എവർ ടേസ്റ്റഡ് എന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഭയങ്കര ഒരു മസാല ദോശ ഫാൻ അല്ല. പ്ലെയിൻ ദോശ, ഗീ ദോശയൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന മസാല ദോശ, ആ ഒരു മസാല കൂട്ട് പ്രത്യേകിച്ച് ഇപ്പം നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ ആയിരിക്കും. ചെറിയ 1-2 മൈന്യൂട്ട് ഡിഫറൻസസ് മേ ബി ഉണ്ടാവാം. പക്ഷേ എനിക്ക് അത് അമ്മ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കത് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ ഞാൻ അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കി ഏകദേശം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരുവിധം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം കഴിക്കണം എന്ന് തോന്നുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിലല്ല നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. സ്വന്തമായി അത് ഉണ്ടാക്കാൻ മാത്രമേ വഴിയുള്ളൂ. ഇപ്പം അമ്മയുടെ ഫുഡായിരിക്കാം, അല്ലെങ്കിൽ വേറെ വല്ല ഐറ്റം ആയിരിക്കാം. ബട്ട് വാട്ട് എവർ ഇറ്റ് ബി, നമ്മളത്, പ്രത്യേകിച്ച് എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോൾ അത് എങ്ങനെയാണെന്ന് യൂട്യൂബൊക്കെ നോക്കി കുറേ വീഡിയോസൊക്കെ കണ്ട് ഏറ്റവും ബെസ്റ്റൊക്കെ സെലക്ട് ചെയ്ത് സാധനങ്ങളെല്ലാം മേടിച്ച് ഉണ്ടാക്കി ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ. ചിലപ്പോൾ തട്ടിമുട്ടിയൊക്കെ തന്നെ ചെയ്യാറുണ്ട്, അങ്ങനെയും ചെയ്യാറുണ്ട്. എപ്പോഴും എല്ലാം ഒന്നും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പം ഈ ഒരു മസാല ദോശയ്ക്ക് അധികം ഐറ്റംസ് ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് കുക്കർ എല്ലാ പണിയും ചെയ്തോളും. ജസ്റ്റ് നമ്മൾ ഒന്ന് മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതി. അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ 7 അയലത്ത് വരില്ല. പക്ഷെ എൻ്റെതായ രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. എനിക്കത് കഴിക്കാൻ അത്രയും ആഗ്രഹമായിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇറ്റ് മൈറ്റ് നോട്ട് ബി പെർഫെക്റ്റ്, പക്ഷേ വെറുതെ ഒന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണ്ടേ, കുറച്ച് കാലമായില്ലേ കണ്ടിട്ട് ഹായ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. ആൻഡ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പലതവണ വിശദീകരിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇൻട്രോ ഇത്രയും ലോങ് ആയി പോയത്. ആൻഡ് എനിക്ക് ഒരു ചെറിയൊരു എന്താ പറയുക, കുറേ കാലത്തിന് ശേഷം ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് എന്താ പറയണ്ടേന്ന് എനിക്കങ്ങോട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടോളൂ, അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് വാച്ച്. എന്തായാലും നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പം ഞങ്ങളിവിടെ ഷെയർഡ് കിച്ചണാണ് കേട്ടോ. 6 പേരുണ്ട് ഈ ഒരു ഫ്ലാറ്റിൽ. ആൻഡ് മോസ്റ്റ്ലി ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് എല്ലാവരും വീടുകളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് സുഖമായിട്ട് വീഡിയോ ഒക്കെ ഇവിടെ എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ നോക്കിക്കോളൂ. കുറച്ച് എണ്ണ, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായി. കടുകൊക്കെ ഒന്ന് പൊട്ടട്ടെ. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. ഞാൻ മുടി കട്ട് ചെയ്തു. എങ്ങനെയുണ്ട്? ഇന്നലെ പോയി കട്ട് ചെയ്തതാണ്. ഞാനൊരു വർഷം കഴിഞ്ഞിട്ടാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. എനിക്ക് പൊതുവേ ഒരു മീഡിയം ലെങ്ത് ഹെയർ ആണ് ഇഷ്ടം. പക്ഷെ എൻ്റെ മുടി വളർന്ന് അത്യാവശ്യം ബാക്കിലൊക്കെ നന്നായി വളരുന്നുണ്ടായിരുന്നു. ലെയർ കട്ട് ചെയ്തതാണ് നാട്ടിൽ കഴിഞ്ഞ വർഷം വന്നപ്പോൾ. അപ്പോൾ ഒരുമാതിരി ഒരു ഓർഡർ ഇല്ല. ഇപ്പോൾ വളർന്നപ്പോൾ അതുപാടെ ഒരു അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുന്നു. പിന്നെ നമുക്കൊന്നൊരു ഹെൽത്തി ഫീൽ കിട്ടണമെങ്കിൽ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ഞാൻ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വളരെ ഷോർട്ടായി. വിചാരിച്ചൊക്കെ ആക്ച്വലി ഷോർട്ടായി മുടി. അതൊക്കെ ഇരിക്കട്ടെ. എന്തായാലും കടുക് ഇതാ ഇവിടെ പൊട്ടി വരുന്നുണ്ട്. ആൻഡ് ഞാനിതാ 2 സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 മുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ നുരുന്നുരാന്ന് അരിഞ്ഞിട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് അരിഞ്ഞ് വെക്കലൊക്കെ ആദ്യമേ എല്ലാം ചെയ്തു. സോ ദാറ്റ് കാര്യങ്ങൾ എളുപ്പമാണല്ലോ. അപ്പോൾ സവാള, പച്ചമുളക്, പിന്നെ ഇഞ്ചി. ഓക്കെ, നമ്മളൊക്കെ വീട്ടിൽ സവാള എന്നല്ല കേട്ടോ പറയാറ്, ഉള്ളി എന്നാണ് പറയാറ്. പിന്നെ ചെറിയ ഉള്ളിക്ക് ചെറിയ ഉള്ളി, ഷാലറ്റ്സിന്. ഇത് ബ്രൗൺ ആവുക ഒന്നും വേണ്ട. ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ്
ഒന്ന് ഇളക്കിയാൽ മതി. ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. എന്തായാലും ഉള്ളി ജസ്റ്റ് ഒന്നായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇത് ഇവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു വലിയ പൊട്ടറ്റോ 1.5 എണ്ണം, ലൈക്ക് 1 ഹോളും പിന്നെ ഒരു ഹാഫ് പൊട്ടറ്റോയും, അങ്ങനെ ഒരു 1.5 നമ്പേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പൊട്ടറ്റോ. പിന്നെ ഒരു ചെറിയ ബീട്രൂട്ട്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ വളരെ ചെറിയ ബീട്രൂട്ട് മതി, കാരണം ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ബീട്രൂട്ട് ഒരുപാട് ഇടരുത്. പിന്നെ ക്യാരറ്റ് വലുതാണെന്നുണ്ടെങ്കിൽ 2 ക്യാരറ്റ്. ഞാനിവിടെ ചെറിയ സൈസിലുള്ള ക്യാരറ്റാണ് എനിക്ക് കിട്ടിയത്, അപ്പോൾ ഒരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇട്ട് കണ്ടോ, ഇത്രയും സംഭവങ്ങളുണ്ട്. ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇടാം. ഓക്കെ, അപ്പം ഞാൻ ഏകദേശം ഒരു ഇത്രയും എടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി, ഒരു നുള്ള്. ദാറ്റ്സ് ഇറ്റ്. ഇനി വേറെ മുളക് പൊടിയോ ഒന്നും വേണ്ട, മഞ്ഞപ്പൊടി മാത്രം മതി. ഇത്തിരി കൂടെ ഉപ്പാവാം. ഓക്കെ, ഉപ്പ് കുറച്ചുകൂടെ ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഡയറക്റ്റ് ഒന്ന് ഏകദേശം ഒരു മുകളിൽ വരുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി, കാരണം നമുക്ക് തിക്ക് മസാല വേണ്ടത്. ഞാൻ ഇപ്പം ഇത്തിരി അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത്ര വരെ ഒഴിച്ചിട്ടുണ്ട് വെള്ളം. അതിൻ്റെ ഒരു മോൾ ഭാഗം വരെ, എല്ലാ വെജിറ്റബിൾസും ജസ്റ്റ് ഒരു മോൾ ഭാഗത്തെ ലെവൽ വരെ ഒഴിച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഏകദേശം ഒരു 2 വിസിൽ, ഒരു വിസിൽ അടിച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്മാക്കിയിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 8 വിസിലോളം വെക്കാം. ഇനി വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് പരുവമായതിനു ശേഷം കാണാം. അപ്പം എന്തായാലും മസാല ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ശരിക്കും അമ്മ ഉണ്ടാക്കുമ്പോൾ ഇതിലേറെ റെഡ് കളർ വരാറുണ്ട്, പക്ഷേ ഇന്നെന്തോ നമ്മൾ ആഡ് ചെയ്ത ബീട്രൂട്ട് വളരെ ചെറുതായിരുന്നു, അതുകൊണ്ടായിരിക്കാം റെഡ്നെസ് കുറച്ച് കുറവുണ്ട്. പിന്നെ ഞാനിതിൽ മുളക് പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർക്കാം, നിങ്ങളുടെ എരിവിന് ഇഷ്ടം. പക്ഷെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് പൊതുവെ എരിവുള്ളത് ഇഷ്ടമാണ്, പക്ഷെ അമ്മ ആഡ് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാനും ആഡ് ചെയ്തില്ല. ജസ്റ്റ് കുറച്ചും കൂടെ വെള്ളം ഒന്ന് കുറയണം, കാരണം നല്ല തിക്കായിട്ട് വേണം നമുക്ക്. ഈ നേരം ഒന്ന് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ മറ്റേ ഉടയ്ക്കുന്ന സാധനം ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം അതാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ കയ്യിലേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളും ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്തായാലും റെഡ് കളറിലുള്ള മസാല ദോശ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ എനിക്ക് തോന്നുന്നു റെഡ് കളർ മസാല ദോശയാണ് കിട്ടുക, അതാണ് എൻ്റെ ഒരു ഓർമ്മ. പൊതുവെ പല സ്ഥലങ്ങളിലും റെഡ് മസാല ദോശ കിട്ടും, എന്നാലും കൂടുതൽ കോമൺ മഞ്ഞ കളറിലുള്ള മസാല ദോശയല്ലേ. ഇതിപ്പോൾ റെഡും അല്ല യെല്ലോയും അല്ല, ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ ഒരു ഓറഞ്ച് കളറായിട്ടുണ്ട്. കളറിലല്ലോ കാര്യം, സ്വാദം ഉണ്ടായാൽ മതിയല്ലോ. അപ്പോൾ ചെറിയ ബീട്രൂട്ട് ഇട്ടാൽ മതി കേട്ടോ. നിങ്ങളും ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കെന്തോ ആ ബീട്രൂട്ടിൻ്റെ ചൊയ അങ്ങോട്ട് വരും. വല്ലാതെ എനിക്കിഷ്ടമാണ് പൊതുവെ ബീട്രൂട്ട്, പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങോട്ട് ഇത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ഈ ഒരു കറി ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദോശയുടെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, പൂരി, ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. നമ്മുടെ മസാല നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഒരു തിക്നെസ്സൊക്കെ മതി. നെയ്യാണ് അടുത്ത ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. നെയ്യ് ആഡ് ചെയ്യുമ്പോഴാണ് ആ ടേസ്റ്റ് ഒക്കെ വരിക. അപ്പം ഞാൻ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തോളം നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം അടുത്തത് കസൂരി മേത്തി. അപ്പോൾ കസൂരി മേത്തി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും മിക്കവാറും. അപ്പം ഇത് കൂടുതലും നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെ നല്ലോണം ആഡ് ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മുടെ മസാല ദോശയിൽ നമ്മൾ പൊതുവെ കസൂരി മേത്തി ഒന്നും ആഡ് ചെയ്യാറില്ലല്ലോ, പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ മസാലയിൽ നമ്മൾ കസൂരി മേത്തി ആഡ് ചെയ്യും. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു മസാലയുടെ ഫ്ലേവർ തന്നെ സത്യം പറഞ്ഞാൽ നന്നായിട്ട് മാറ്റും. ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദ് വേറെയാണ്. എനിക്ക് അതുകൊണ്ടാണ് ഈ ഒരു മസാല ഇത്രയും ഇഷ്ടം. ഞാൻ ഏകദേശം ഒരു പിടിയോളം ഇത്രയും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്നിങ്ങനെ കയ്യിലാക്കി റബ്ബ് ചെയ്ത് ആഡ് ചെയ്യണം. അതൊന്ന് കുറച്ചും കൂടെ ആവാം. ഇത് നമ്മൾ ഏകദേശം ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് അത്യാവശ്യം കൂടിയാലും ഭയങ്കര കൂടരുത്, കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചില സമയങ്ങളിൽ മല്ലിയിലൊന്നും ഇല്ലെങ്കിൽ കസൂരി മേത്തി, എൻ്റെ എപ്പോഴും കസൂരി മേത്തി സ്റ്റോക്ക് ഉണ്ടാവും. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് നോർത്ത് ഇന്ത്യൻ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഐറ്റംസൊക്കെ പനീറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാനിതൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന, അപ്പോൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ഞാൻ കസൂരി മേത്തി ആഡ് ചെയ്യണം. കേരള നമ്മുടെ ഓത്തൻറ്റിക് അങ്ങനത്തെ ഡിഷസിലൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ചപ്പാത്തിയുടെ കറികളൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനത്തെ കറികളിലൊക്കെ ഞാൻ കസൂരി മേത്തി എപ്പോഴും ആഡ് ചെയ്യാറുണ്ട്.
അപ്പം ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം മല്ലിയിലൊന്നും ഇല്ലെങ്കിൽ ഇത് ഇത്രയും എപ്പോഴും മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറികളിലൊക്കെ ആഡ് ചെയ്താലും ഭയങ്കര ഒരു ഫ്ലേവർ കിട്ടും. അത് ആഡ് ചെയ്തതിന് ശേഷം മല്ലിയില, ഓക്കെ, മല്ലിയിലയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആഡ് ചെയ്യാം. കുറച്ചെണ്ണം ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു, നന്നായി, അടിപൊളി. ഞാൻ ഇടയിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, മസാല പൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, റെഡി ആയിട്ടുണ്ട് സംഭവം. ഇനി ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പം അങ്ങനെ എല്ലാവരും കണ്ടല്ലോ, നമ്മുടെ കിഡിലൂസ്കി മസാല റെഡി ആയിട്ടുണ്ട്, അടിപൊളി. ഞാൻ വിചാരിച്ച കൺസിസ്റ്റൻസി, ഞാൻ വിചാരിച്ച ടേസ്റ്റ്, ഞാൻ ഹാപ്പിയാണ്. ഇനി നമുക്കിത് സമയം വൈകാതെ വേഗം ദോശ ഉണ്ടാക്കാം. നമ്മൾ മസാല ശരിക്കും പറഞ്ഞാൽ കുറച്ചെടുക്കാവുള്ളൂ കേട്ടോ. കുറച്ചെടുത്തിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ആകെ അങ്ങോട്ട് കുഴഞ്ഞൊരു പരുവത്തിലാവും. വളരെ കുറച്ച് വെച്ചാൽ മതി. ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ട് മറ്റേ സൈഡിൽ ഇങ്ങനെ വെക്കുക. ഇത് അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അത് കൊളാക്കിയേനെ. ഇനി ഇതൊന്ന് ഒരു മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് ഭംഗിയുള്ള ഒരു പ്ലേറ്റിലൊക്കെ ഇതൊന്ന് ആക്കി കഴിച്ചു നോക്കാം. അപ്പം ഞാൻ ഈ ഒരു ദോശ ഉണ്ടെങ്കിൽ, മസാല ദോശ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി എനിക്ക് ചട്നിയോ സാമ്പാറോ ഒന്നും വേണ്ട. നല്ല ചൂടുണ്ട്, ഫ്രഷ് ഇപ്പം ഉണ്ടാക്കിയാണ്. ടു ഗുഡ്. മസാല വേണമെങ്കിൽ കുറച്ചും കൂടെ കുറയ്ക്കാം കേട്ടോ, ഒരു ഫില്ലിങ് കൊടുക്കുന്നത്. ഞാൻ ഒരുപാട് ആഡ് ചെയ്തു ഈ ദോശയിലും, പക്ഷേ ഇതിൽ കൂടുതലായ കുഴഞ്ഞ് അങ്ങോട്ട് പോവും. അപ്പോൾ പാകത്തിന് കുറച്ച് ആഡ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. മുളക് പൊടി ഒന്നും വേണ്ട, എനിക്ക് വേണമെങ്കിൽ ഇടാം, പക്ഷെ അതില്ലാണ്ട് തന്നെ എരിവൊക്കെ പാകമാണ്. പിന്നെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ പാകം. അതിൽ നോക്കൂ, ഗരം മസാല ആഡ് ചെയ്തിട്ടില്ല, ഒരു മസാല ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇത്തിരി മഞ്ഞപ്പൊടി മാത്രം. ചിലർക്ക് ഉണ്ടാവുമല്ലോ അധികം മസാലയൊന്നും പറ്റില്ല, അപ്പം അങ്ങനെയുള്ളവർക്കും ഇത് ധൈര്യമായിട്ട് കഴിക്കാം, ഈസി ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മസാല ദോശയുടെ ഹൈലൈറ്റ് ബീട്രൂട്ടും കസൂരി മേത്തിയാണ്. ബീട്രൂട്ടും ചെറുത് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ആ ഹൈലൈറ്റ് അങ്ങോട്ട് മാറി വേറെ എന്തെങ്കിലും ആയിപ്പോവും. എൻ്റെ അമ്മയുടെ അത്ര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഗംഭീരമായിട്ടില്ലെങ്കിലും അത്യാവശ്യം ഞാൻ ഉണ്ടാക്കിയ രീതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഈ വീഡിയോ അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കുറച്ചും കൂടെ മസാല ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ താല്പര്യമുണ്ട് എന്നെ അറിയിക്കുകയാണെങ്കിൽ, എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. നല്ല ഒരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.